നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെ നിർണായകമായ ഒരു ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളക്കരയെ ആകെ വിഷമതയിലാഴ്ത്തുന്ന പല സംഭവങ്ങളും ഉണ്ടായി. വെഞ്ഞാറമൂട്ടിലെ വിഷയം, അതുപോലെ തന്നെ ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുന്നിൽ ചാടി അമ്മയും 2 പെൺമക്കളും ജീവനൊടുക്കിയ സംഭവവും. അതിന് പിന്നാലെ പുറത്തു വന്നിരിക്കുന്നത് ഒരമ്മയും മക്കളും നേരിടേണ്ടി വന്നിരിക്കുന്ന അതിക്രൂരമായ പീഡന പരമ്പരകളുടെ വിടാതെ പിന്തുടരുന്ന കലിയടങ്ങാത്ത ക്രൂരതയുടെ കഥകൾ തന്നെയാണ്. സ്വന്തം മക്കളെ സംരക്ഷിക്കാൻ കഴിയാതെ വന്നാൽ പിന്നെ ഒരമ്മ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം. മറ്റു നിവൃത്തി ഒന്നും തന്നെ ഇല്ലാതെ വരുമ്പോൾ ജീവിതവും ജീവനും അവസാനിപ്പിക്കുക എന്നല്ലാതെ ഷൈനി എന്ന ഈ യുവതിക്ക് മുന്നിൽ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ അമ്മയ്ക്ക് മറ്റു നിവൃത്തി ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ സാഹചര്യത്തിലാണ് ജീവൻ ഒടുക്കാനായി തീരുമാനിച്ചത്. എന്നാൽ അതിനു മുൻപായി ഏറ്റവും ഒടുവിലായി ഷൈനി സംസാരിച്ചുവെന്ന് കരുതുന്ന നിർണായകമായ ഒരു ശബ്ദ സന്ദേശമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ താൻ ഇതുവരെ വേട്ടയാടപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ചും ഏറ്റവും ഒടുവിൽ മക്കളെ ഹോസ്റ്റലിലാക്കാൻ പോയപ്പോൾ അവിടെ തന്നെ നേരിടേണ്ടി വന്ന ദുരവസ്ഥയെക്കുറിച്ചുമൊക്കെയാണ് ഷൈനി വിവരിക്കുന്നത്. ആ ഓഡിയോ സന്ദേശം കേട്ടതിന് ശേഷം തിരികെ വരാം. അതുകൊണ്ട് സിസ്റ്റർ എങ്ങനെയെങ്കിലും എനിക്ക് അല്ലെങ്കിൽ ഇവിടെ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും അറിയാവുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ എനിക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റും. പിന്നെ SFSന്റെ കാര്യം ചോദിച്ചു. അന്നേരം അവിടെ അവന്റെ ഹോസ്റ്റലിൽ അതിരമ്പഴയിലാണ് കണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ അച്ഛനെ വിളിച്ച് ചോദിച്ചു. അന്നേരം അച്ഛൻ പിന്നെ നമ്പർ കൊടുത്തു. അന്നേരം അവിടെ SFSലെ പിള്ളേരും പിന്നെ വേറെ തന്നെ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരെ മാത്രം എടുക്കും, അല്ലാതെ പുറത്തുനിന്ന് പിള്ളേരെ എടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ അപ്പുറം എങ്ങാണ്ടൊരു വേറെ ഹോസ്റ്റലുണ്ടത് വലിയവരുടെ എങ്ങാണ്ടാന്ന്. നേരത്തേക്ക് പിള്ളേരെ അങ്ങനെ നിർത്താൻ പറ്റിയില്ല. അത് ഒരാളെങ്ങാണ്ട് ഒരു റൂമിൽ 4 പേരെ മറ്റും കണ്ട. അന്നേരം പിള്ളേരാകുമ്പോൾ നിർത്താൻ പറ്റിയില്ല. 6 കഴിയുമ്പോഴത്തേന് പിള്ളേരാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പിള്ളേരെ നിന്നോടെന്നൊക്കെ പറഞ്ഞുതരാം. അത് പറ്റിയെന്ന് പറഞ്ഞു. പിന്നെ SFSലെ പിള്ളേർക്ക് അവിടെ ഉള്ള ഹോസ്റ്റലിലെ പിള്ളേർക്ക് ഇവിടുന്ന് സ്കൂളിൽ നിന്ന് ഫുഡ് കൊണ്ട് കൊടുക്കുന്നെന്നും പറഞ്ഞു. അന്നേരം അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ അത് വഴിയടഞ്ഞു. പിന്നെ ലാസ്റ്റ് സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം, എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ സിസ്റ്റർ പിന്നെ പറഞ്ഞു എന്നോട് ചോദിച്ചു, അത് ആ ഒരു റൂമേ ഉള്ളൂ, അത് പൊളിക്കാതിട്ടിരുന്നു. പക്ഷേ പിള്ളേർ തന്നെ കിടക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല, കുഴപ്പമില്ല, കടന്നോളും, അവിടെയാണല്ലോ പിള്ളേർ തന്നെ കിടന്നു, റൂമിൽ തന്നെ കടന്നോളും. അന്നേരം പറഞ്ഞു പാമ്പം കണ്ട് നാളെ കയറി. ഞാൻ അതൊക്കെ പോയില്ല സിസ്റ്റർ, ഇത്തിരി നാളായില്ല, ഇനിയിപ്പോൾ പാമ്പൊന്നും അവിടെ കാണുമെന്നില്ല, അതൊക്കെ ഇറങ്ങിപ്പോയി കാണും, അല്ലാതെ അതിന് കുഴപ്പമൊന്നുമില്ല. അന്നേരം പിള്ളേർ തന്നെ കിടക്കുക, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കിടക്കേണ്ട വരും. ഞാൻ പറഞ്ഞില്ല സിസ്റ്റർ, കുഴപ്പമില്ല, പിള്ളേരുടെ കിടന്നോളെന്ന് വന്നിട്ട് എന്നോട് ചോദിച്ചു, പിള്ളേർ ഫുഡ് ഞങ്ങൾ കഴിക്കുന്ന ഫുഡൊക്കെ ആയിരിക്കും, ഞങ്ങൾ അത് കുഴപ്പമൊന്നുമില്ല, പിള്ളേർ കഴിച്ചുകൂടെ കഞ്ഞിയൊക്കെയാണ്. ഞാൻ പറഞ്ഞു സിസ്റ്റർ, ഞങ്ങളും പിള്ളേർ ഉണ്ടായപ്പോൾ മുതൽ അവിടെ കഞ്ഞിയായിരുന്നു, ഇവിടെയും കഞ്ഞിയാ രാത്രിയിൽ, അവിടെയും ഞങ്ങൾ കഞ്ഞി, അത് കുഴപ്പമൊന്നുമില്ല, പിള്ളേർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കറി വേണമെന്ന് കഞ്ഞി വേണമെന്ന്. ഞാൻ പിന്നെ ഇടയതാണോ ഒന്നും തന്നെയല്ല, അതാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പൂച്ച തിന്നാൽ ഇച്ചിരി കഞ്ഞി ഇച്ചിരി കറിയാണ് എന്തെങ്കിലും ഒരു ഇച്ചിരി അത് തിന്നുകയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല സിസ്റ്റർ, അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് എങ്ങനെയെങ്കിലും എനിക്ക് ഒരു ഇതുണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ നേരം പറഞ്ഞ ആ സിസ്റ്ററിനോട് ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ചേച്ചി ഉറങ്ങിയിരുന്നേറ്റോ. പിന്നെ ഞാനിവിടെ വന്നു 3:15. അവിടെ ഞാൻ SH പോയി ചോദിച്ചു. അവിടെ പോയിട്ടെങ്കിൽ ഒരു രക്ഷയില്ല, അവർ അടുക്കില്ല. അവർ പറഞ്ഞു വലിയ പിള്ളേരെയാണ്, ചെറിയ പിള്ളേരെ നടത്തിയല്ല, അങ്ങനെ എങ്ങനെയാ പിള്ളേരെ നോക്കണ്ടേ, അപ്പനുമില്ല അമ്മയില്ലാതെ നമ്മളങ്ങനെ നിൽക്കുമ്പോഴേ പിള്ളേരെ ഒത്തിരി കെയർഫുള്ളായിട്ട് നോക്കണം, നടക്കില്ല, ഇവിടെ നമുക്ക് വേക്കൻസി ഇല്ല, അങ്ങനെ നമ്മളെടുക്കുകയില്ല, റൂമില്ലെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പോലെ ഒരവസ്ഥ. എങ്കിലും പുള്ളിക്കാരെ കുറേ വർത്താനം പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്ന് കുറേ കരഞ്ഞും പറിച്ചൊക്കെ നോക്കിയിട്ട് പുള്ളിക്കാരെ വന്ന് ഇല്ലാഞ്ഞിട്ട് നമ്മളെ കൊണ്ട് അവിടെ നിർത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് കുറേ കഴിഞ്ഞ് കുറേ നേരം അങ്ങനെ ലാസ്റ്റ് എന്നാൽ ഒന്നുകൂടി പോയി സിസ്റ്ററെ ഒന്ന് പോയി കാണട്ടെന്ന് പറഞ്ഞു. പിന്നെ ഹോളി ക്രോസിൽ പോയി അവിടെ പോയി സിസ്റ്ററിനോട് കുറേ വർത്താനം പറഞ്ഞ്, സിസ്റ്റർ എങ്ങനെയെങ്കിലും എനിക്ക് അതൊന്നും പറ്റുള്ളൂ, എനിക്ക് വേറെ ഇപ്പം നിർവാഹമില്ല, അതിപ്പം എനിക്ക് അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ മാറ്റേണ്ടി വരും, പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാവില്ല, അപ്പം അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഞാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെ നോക്കാൻ പറ്റിയ അമ്മയും 2 പെൺമക്കളും ജീവനൊടുക്കിയ സംഭവത്തിൽ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തി. നേരത്തെ തന്നെ ഷൈനി ജോലി ചെയ്തിരുന്ന കെയർ ഹോമിലെ ഉടമയായ ഫ്രാൻസിസും രംഗത്ത് വന്നിരുന്നു. ഷൈനി പലപ്പോഴായി ജോലി ചെയ്യാൻ എത്തിയിരുന്നപ്പോൾ ശരീരത്ത് പലയിടത്തുമായി മുറിപ്പാടുകൾ കണ്ടിരുന്നു, ചതഞ്ഞ പാടുകൾ കണ്ടിരുന്നു. അതിക്രൂരമായ മർദ്ദനത്തിനും പീഡനത്തിനുമൊക്കെ ഷൈനി വീട്ടിൽ ഇരയാകാറുണ്ട് എന്നുള്ള വ്യക്തമായ സൂചനയാണ് ഫ്രാൻസിസിന്റെ ഈ വെളിപ്പെടുത്തലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി മാധ്യമങ്ങൾക്ക് ഇതിനോടകം തന്നെ ഫ്രാൻസിസ്
ഇതുമായി ബന്ധപ്പെട്ട സൂചന നൽകി കഴിഞ്ഞു. ഷൈനിയുടെ അവസ്ഥ കേട്ടപ്പോൾ തന്നെ ജോലി കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പലയിടത്തുമായി ജോലി നിഷേധിക്കപ്പെടുന്നു, പലരും പിറകെ നടന്ന് വേട്ടയാടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഷൈനി തുറന്നു പറഞ്ഞാണ് ജോലിക്ക് കയറിയത്. എന്തിനേറെ പറയുന്നു, ഷൈനി മരണപ്പെടുന്നതിന് തലേ ദിവസം പോലും അവരെ കണ്ടിരുന്നു. ഭർത്താവിൽ നിന്നും കൊടിയ പീഡനം അങ്ങനെ ഏറ്റുവാങ്ങിയെന്നാണ് ഫ്രാൻസിസ് പറയുന്നത്. ഫ്രാൻസിസിന്റെ വെളിപ്പെടുത്തൽ ഇങ്ങനെ: ഷൈനിയും റോസംസ്റ്റിക്ക കെയർ ഹോമിൽ നിന്ന് തുടങ്ങിയ പരിചയമാണ്. ഷൈനി നല്ലൊരു ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ്. എല്ലാവരുമായിട്ട് നന്നായി മിങ്കിൾ ചെയ്ത് പോവുകയും അതുപോലെ തന്നെ പേഷ്യൻസിനോടായിട്ടും നല്ല കെയർ ഒക്കെ കൊടുക്കുകയും ചെയ്യുന്ന നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും കുട്ടികളെയും ആ വഴിയെ തന്നെ ഫോളോ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ റോസംസ്റ്റിക്ക കെയർ ഹോമിൽ നിന്ന് അവർക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടതായിട്ട് വന്നു. കാരണം അവിടെ ഒരു ഡ്രെയിനേജ് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവളുടെ ഫാദർ അതിനെതിരെ കംപ്ലൈന്റ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് അവർക്ക് അവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടതുമായിട്ട് വന്നു. അവിടെ നിന്ന് പിരിഞ്ഞു പോയതിനു ശേഷം അവള് പല സ്ഥലങ്ങളിലും ജോലിക്കായി അന്വേഷിക്കുകയും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ അവള് എൻക്ലക്സ് ആറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അവർക്ക് എങ്ങും തന്നെ ജോലി ശരിയായി കിട്ടിയില്ല. അപ്പം എൻക്ലക്സ് ആറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നതിനാൽ ഇനി ആ വഴിയെ ഞാൻ പോവുകയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം വീട്ടിലും അതുപോലെ തന്നെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചില പ്രശ്നങ്ങളൊക്കെ ചുങ്കത്ത് വെച്ചും അതുപോലെ തന്നെ ഇവിടെയും ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് ചില പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ. അതുപോലെ കുട്ടികളോട് ഇവിടുത്തെ ഗ്രാൻഡ് പേരൻസ് ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടാണ് പെരുമാറുന്നത്. അത് അവർക്ക് അതുപോലെ കുട്ടികൾക്ക് ഒരുപോലെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റി നിർത്തണം, അവർക്ക് എവിടെയെങ്കിലും ജോലിക്കായിട്ട് പോകണമെന്ന് എന്നോട് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേന് കുറച്ച് ദിവസം മുമ്പ് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു, കുട്ടികളെ നെക്സ്റ്റ് ഇയറിലേക്കെങ്കിലും അവിടെ ഹോസ്റ്റലിലേക്ക് മാറ്റണം, ഞാൻ എവിടെയെങ്കിലും ദൂരെ ജോലിക്കായിട്ട് പോവുകയാണെന്നും എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ ഈ അടുത്ത നാളുകളിൽ പാദ്രയിൽ അവൾക്ക് ജോലി ശരിയായെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് അവള് കുട്ടികളെ ഹോസ്റ്റലിലേക്ക് മാറ്റണം, അത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് എന്നോട് സംസാരിച്ചിരുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ ആ കുട്ടികൾ പഠിക്കുന്നത് ഇവിടെ ഹോളിക്രോസ് സ്കൂളിലാണ്. അപ്പൊ ഹോളിക്രോസിൽ നേരത്തെ തന്നെ ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. ഇപ്പം കുട്ടികൾ ഇപ്പൊ ഈ അതിന്റെ റിപ്പയറിംഗിന്റെ ഭാഗമായിട്ട് ആ ഹോസ്റ്റൽ അടച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഷൈനിയോട് പറഞ്ഞു, ഷൈനി ഇവിടെ വന്ന് പ്രിൻസിപ്പളുമായിട്ടൊന്ന് സംസാരിച്ച് നോക്ക്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഷൈനി ഇവിടെ വരികയും അതുപോലെ തന്നെ പ്രിൻസിപ്പളുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഷൈനിയുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കണ്ട് പ്രിൻസിപ്പൾ പറഞ്ഞു, ഓക്കെ ഞാൻ ഹോസ്റ്റൽ കുട്ടികൾക്കായിട്ട് അലവ് ചെയ്യാമെന്നും പറഞ്ഞ് ഹോസ്റ്റൽ അവർക്ക് സാങ്ഷൻ നൽകുകയും ചെയ്തു. ഷൈനി എപ്പോഴും എന്നോട് പറഞ്ഞത് ബാദ്രയില് അവിടെ അടുത്തൊരു ബാദ്രയിലെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയും അതിനടുത്തുള്ള ആ ഒരു സെന്റർ ഉണ്ട്, അവിടെ എൻക്ലക്സ് ആറിന് അപ്പിയർ ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. വളരെ സന്തോഷകരമായിട്ടാണ് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞത്. നോക്കി ഹോസ്റ്റല് കിട്ടിയതിന് ശേഷം അവൾ എനിക്ക് മെസ്സേജ് ഇടുകയും ചെയ്തിരുന്നു. അപ്പം അതിനുശേഷം വീട്ടിൽ ചെന്നതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം പിന്നീട് ഞങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം ഞാനിവിടെ അന്ന് നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സമയമായിരുന്നു. പിറ്റേ ദിവസം ഞാനിവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് റോസംസ്റ്റിക്കയെന്ന് തന്നെയാണ് എനിക്ക് ഫോൺ കോൾ വന്നത്, ഇതുപോലെ ഷൈനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത്. അത് വളരെ ഞെട്ടലോടുകൂടിയാണ് ഞാൻ ആ വാർത്ത എനിക്ക് കേൾക്കാനായി സാധിച്ചത്. നിരന്തരമായി അങ്ങനെ ഭർത്താവിന്റെ ഭാഗത്തു നിന്നും ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ആ പാവപ്പെട്ട വീട്ടമ്മയ്ക്ക്. ജോലിക്കെത്തുമ്പോൾ ശരീരത്ത് പലയിടത്തുമായി പാടുകൾ ഉണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. എപ്പോഴും വിഷമിച്ചിരിക്കുന്ന മുഖത്തോടുകൂടി മാത്രമേ ഷൈനിയെ കാണാനായി സാധിക്കൂ. ഷൈനി മാത്രമല്ല, ഷൈനിയുടെ കുട്ടികൾ തന്നെ പറയാറുണ്ട്, മമ്മിയെ എപ്പോഴും പപ്പ തല്ലുന്ന ഒരു വിഷയം. അതിൽ ഏറെ വിഷമം ഉണ്ടായിരുന്നത് കുട്ടികൾക്കായിരുന്നു, പിഞ്ചു കുട്ടികൾക്കായിരുന്നു. ഷൈനിയുടെ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ ഷൈനിയുടെ പിതാവടക്കം രംഗത്ത് വരികയും അത് വലിയൊരു തോതിൽ വിവാദമായി മാറുകയും ഒക്കെ തന്നെ ചെയ്ത, മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ വിവാദമായി മാറുകയും ഒക്കെ തന്നെ ചെയ്ത വിഷയമുണ്ടായിരുന്നു. ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് പോലും ഷൈനിയെ ഭർത്താവ് അതിക്രൂരമായി നോബി മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു, മർദ്ദനത്തിന് ഇരയാക്കിയിട്ടുണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തുന്നത്. പരാതി കൊടുത്താൽ പോലും പോലീസിന് കേസെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും കേസെടുത്ത് അന്വേഷണം നടത്താൻ പോലും വൈകിയെന്നാണ് പിതാവ് കൂടിയായ കുര്യാക്കോസ് ആരോപിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇന്ന് രാവിലെ പോലീസ് അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ചില CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നത്. ഷൈനി എന്ന 42-കാരി മക്കളായ 11 വയസ്സുകാരി അലീനയെയും 10 വയസ്സുകാരി ഇവാനെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ജീവനൊടുക്കാൻ തീരുമാനിച്ചത്. ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. മരണ ദിവസം പുലർച്ചെ ഏകദേശം ഒരു 4:45 കൂടിയാണ് വീട് പൂട്ടിയിറങ്ങി
റെയിൽവേ ട്രാക്കിൻ്റെ ഭാഗത്തേക്ക് ഇവർ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത്. എല്ലാ ദിവസവും പുലർച്ചെ പള്ളിയിൽ പോകാറുള്ള ഷൈനിയും കുട്ടികളും അന്നും പള്ളിയിൽ പോയെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആർക്കും തന്നെ സംശയമൊന്നും തന്നെ തോന്നിയിരുന്നില്ല. എന്നാൽ ഇളയ കുട്ടി മുന്നോട്ട് നടക്കാൻ, അതായത് മക്കളോട് ഷൈനി ഒരുപക്ഷെ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കിച്ച് കാണും. തങ്ങൾക്കിനി ജീവിക്കാൻ മറ്റു മാർഗമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി ഇതല്ലാതെ മറ്റു പോംവഴിയൊന്നും തന്നെ ഇല്ല എന്ന് കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കും. കുഞ്ഞുകുട്ടിയായതുകൊണ്ട് തന്നെ ജീവിച്ചു തുടങ്ങിയതേ ഉള്ളൂ, ജീവിതം എന്തെന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. എന്നാലും കൈപ്പേറിയ അനുഭവങ്ങളായിരുന്നു ഈ 10 വർഷത്തിനിടയിൽ ഇരു കുട്ടികൾക്കും ഉണ്ടായിരിക്കുന്നതെന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മരണത്തോടുള്ള വിമുഖത, നടക്കാൻ മടിക്കുന്ന ഇളയ കുട്ടിയെ ആ CCTV ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നത്. മൂത്ത കുട്ടി അമ്മ എന്താണോ പറയുന്നത് അതനുസരിച്ച് മമ്മിയുടെ പിറകെ പോകുന്നതും കാണാൻ സാധിക്കും. 5:20 വന്ന നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനിന് മുന്നിൽ ചാടിയാണ് ഷൈനിയും കുട്ടികളും ജീവനൊടുക്കിയത്. മക്കളെയും മാതാവിനെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് മറ്റാരും തന്നെയല്ല, ഭർത്താവ് നോബി തന്നെയാണ്. പോലീസും ആ നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നോബിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം മദ്യലഹരിയിൽ നോബി ഷൈനിയെ ഫോൺ ചെയ്തു എന്നുള്ള വിഷയം പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പലതരം ആരോപണങ്ങൾ തന്നെയാണ്. ഈ വിവാഹ ജീവിതവുമായി മുന്നോട്ട് പോകേണ്ടതില്ല, അതിൽ നിന്നും എങ്ങനെയെങ്കിലും തന്നെ രക്ഷപ്പെടുത്തി തരണമെന്ന് അഭ്യർത്ഥിച്ചിട്ട് പോലും വിവാഹമോചന കേസിൽ സഹകരിക്കാതെ, കുട്ടികളുടെ ചിലവിന് പണം നൽകാതെ, സ്ത്രീധനമായി നൽകിയ പണവും സ്വർണവും തിരികെ കൊടുക്കാതെ, ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിക്കൊണ്ട് എങ്ങും ജോലി തേടാൻ പോലും സമ്മതിക്കാത്ത അവസ്ഥയുണ്ടാക്കി നോബി പല തരത്തിലുള്ള പീഡനമാണ് നടത്തിയത്. ചോദ്യം ചെയ്യലിൽ ഇതൊക്കെ തന്നെ നോബി സമ്മതിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. നോബിക്കെതിരെ ഗാർഹിക പീഡന കേസ് കൂടി ചുമത്തി തന്നെയാണ് കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കല്യാണം കഴിച്ച അന്നു മുതൽ ഇന്ന് വരെയും ഷൈനിയെ ക്രൂരമായി ഇയാൾ മർദ്ദിച്ചിരുന്നു. വീട്ടിലടക്കം ഇക്കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ബന്ധം വേർപെടുത്താനായി തയ്യാറായത്. പക്ഷേ നോട്ടീസ് കിട്ടിയിട്ടും അത് വാങ്ങാതെ ഷൈനിയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. ഒപ്പം വൈദികനായ ഷൈനിയുടെ ഭർത്താവിൻ്റെ സഹോദരനെതിരെയും ആരോപണം ഉയരുന്നുണ്ട്. വിദേശത്തുള്ള ഈ വൈദികന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഫെബ്രുവരി 28 ഷൈനിയും മക്കളായ അലീനയും ഇവാനയും ഏറ്റുമാനൂർ പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപത്ത് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെടുത്തത്. പുലർച്ചെ ട്രാക്കിനടുത്തെത്തിയ നാട്ടുകാരാണ് ചിന്നിച്ചിതറിയ നിലയിൽ ഈ മൃതദേഹങ്ങളെ കണ്ടെടുത്തത്. ഷൈനിയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കി ഈ ശബ്ദ സന്ദേശം അടക്കം പുറത്തു വന്നപ്പോഴാണ് കാര്യങ്ങളുടെ ഗൗരവം ജനങ്ങൾക്കിടയിലും പോലീസിനിടയിലും ഒക്കെ തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്.